വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം അഥവാ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ അഥവാ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം നിങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നെങ്കിലും നിങ്ങൾ ഈ ഒരു ചോദ്യം കേട്ടിട്ടുണ്ടാവാം. ദൈവമുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ വിഷയം. ആധുനിക ശാസ്ത്രത്തിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവോ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സൂത്രധാരനോ ഇല്ല. എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുവോ അതെല്ലാം തികച്ചും യാദൃശ്ചികമായിട്ട് അഥവാ ആകസ്മികമായിട്ടാണ് എന്നതാണ് അവരുടെ അഭിപ്രായം. അതിനാൽ അവർ പറയുന്നു, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവില്ല, ഒരു നിയന്ത്രിതാവില്ല, ഒരു മേൽനോട്ടക്കാരനുമില്ല, അതിനെ നിലനിർത്തുന്ന ഒരു സൂത്രധാരനും അതിന്റെ പുറകിലില്ല എന്നുള്ളത്. എന്നാൽ ശാസ്ത്രീയ സമീപനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യത്തിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെന്നുള്ളത് മാത്രമല്ല, ആ സൃഷ്ടികർത്താവ് പ്രപഞ്ചത്തിൽ ഉൾപ്പോവുകയും അതിനെ നിലനിർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിൽ ദൈവം ഉണ്ടെന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് ഇനി വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഭൂമിയെ പറ്റി നോക്കാം. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിക്ക് ഒരു തനതായ ആകൃതിയുണ്ട്, അതിന് തനതായ ഒരു വലിപ്പവുമുണ്ട് എന്നുള്ളത്. ശാസ്ത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ഒരു സുപ്രഭാതത്തിൽ ഊർജവും വെളിച്ചവും തമ്മിലുള്ള സ്ഫോടനം, അതിന്റെ ഫലമായിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് അവരുടെ വാദം. ഇതിനെ അവർ ഒരു ബിഗ് ബാങ് തിയറി എന്ന് വിളിക്കുന്നു. എന്നാൽ നമുക്കറിയാം, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സ്ഫോടനത്തിൽ കൂടെ ഉണ്ടാകുന്ന മറ്റൊരു വസ്തുവിന് അതിന്റെ ഒരു തനതായ ആകൃതിയോ വലിപ്പമോ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത്. നമുക്ക് അതിന്റെ ഒരു ഉദാഹരണത്തിലൂടെ, എന്നാൽ നമ്മുടെ ഭൂമി നമുക്കറിയാം, നമ്മുടെ ഭൂമിക്ക് ശരിയായിട്ടുള്ള ഒരു രൂപവും ആകൃതിയും എല്ലാം ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു സുപ്രഭാതത്തിൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സ്ഫോടനം മൂലമല്ല ഭൂമി ഉണ്ടായത് എന്നുള്ളത്. എങ്കിലും നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഇത് വീണ്ടും മനസ്സിലാക്കാം. അതായത് അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വിസ്ഫോടനം അഥവാ സ്ഫോടനം മൂലം നമുക്ക് എപ്പോഴെങ്കിലും ചപ്പാത്തിയോ ചോറോ കറികളോ പായസമോ അത് കഴിക്കാനുള്ള പ്ലേറ്റോ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിവില്ല. ഇതിന്റെ പുറകിലെല്ലാം തന്നെ ഒരു നിർമ്മാതാവ് തീർച്ചയായിട്ടും ഉണ്ട് താനും. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് യുക്തിപരമായിട്ടും ബുദ്ധിപരമായിട്ടും മനസ്സിലാക്കാം, ഈ ഒരു ഭൂമിയുടെ സൃഷ്ടിയുടെ പുറകിൽ അതിന്റെ ഒരു ബുദ്ധിമാനായിട്ടുള്ള സൃഷ്ടികർത്താവ് ഉണ്ട് എന്നുള്ളത്. ഇനി അതുകൂടാതെ ഭൂമി നമുക്കറിയാം, ഒരു അച്ചുതണ്ടിൽ അത് സ്ഥിരമായിട്ട് അച്ചുതണ്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ സൂര്യന് ചുറ്റും 67,000 മൈൽ വേഗത്തിൽ അത് ഭ്രമണം ചെയ്യുന്നത് എപ്രകാരമാണ്? അതായത് ഒരു ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിലേക്കാണ് നിരന്തരം അത് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. എല്ലാം സംഭവിക്കുന്നത് ആകസ്മികമായിട്ടാണെങ്കിൽ ഈ ഭൂമി ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അത് നിരന്തരം അതിന്റെ പൂർണ്ണതയിൽ സംഭവിക്കുകയില്ല താനും. പക്ഷെ ഭൂമി എപ്പോഴും ഒരേ വേഗതയിൽ, അതായത് 24 മണിക്കൂർ എടുത്തിട്ടാണ് സൂര്യൻ ചുറ്റും ഭ്രമണം ചെയ്യുന്നത്, അതും ഒരേ വേഗതയിൽ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഈ ഭൂമിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു സൂത്രധാരന് ഉണ്ട് എന്ന്. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഈ ഭൂമിയെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു സൂത്രധാരനുണ്ട്. അങ്ങനെ ഒരു സൂത്രധാരൻ ഉള്ളത് കൊണ്ടാണ് നിരന്തരം ഭൂമിയിൽ സംഭവിക്കുന്നതെല്ലാം അത് പൂർണ്ണമായിട്ട് ഒരേ രീതിയിൽ സംഭവിക്കുന്നത് എന്നത്. വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. അതായത് നാം ഒരു പേപ്പർ എടുത്തിട്ട് അത് ഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ വലിച്ചെറിയുന്ന ആ പേപ്പർ കുറച്ചു നേരം അതിങ്ങനെ കറങ്ങി നടന്ന്, ഒരുപക്ഷെ അത് വായുവിൽ കറങ്ങി നടക്കാം, കുറച്ചു നേരം കഴിയുമ്പം അത് നിലത്ത് വന്ന് വീഴാം. എന്തുകൊണ്ടാണ് അത് അതിന്റെ യഥേഷ്ടം സഞ്ചരിക്കുന്നത്? കാരണം അതിന്റെ പുറകിൽ നിയന്ത്രിക്കാനായിട്ട് ഒരു വ്യക്തിയില്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ
ഭൂമിയെ വെച്ച് നമ്മൾ ഈ ഉദാഹരണവും ഭൂമിയുടെ ഉദാഹരണവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഭൂമി അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അതിന്റെ പുറകിലുള്ള സൂത്രധാരന്റെ ആ ഒരു നിയന്ത്രണത്തിലാണ് ഭൂമിയിൽ നടക്കുന്നത് എന്ന് ഇതിൽ നിന്നും ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇത് നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം എളുപ്പമാണ്. ഇനി നമുക്ക് സൂര്യന്റെ ഉദാഹരണം എടുക്കാം. നമുക്കറിയാം, ഭൂമി സൂര്യനിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. ആ ഒരു അകലം, അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തില് കുറച്ച് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ അസാധ്യമാണ്. കാരണം ഭൂമി സൂര്യനുമായിട്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അകലത്തിൽ നിന്നും കുറച്ചുകൂടി അടുത്ത് സ്ഥിതി ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. നമ്മുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടായി തീരും. കാരണം നാം എല്ലാം ചൂടുകൊണ്ട് ചുട്ട് ചാമ്പലായി മാറും. അതുപോലെ ഇനി ഭൂമി സൂര്യനിൽ നിന്നും വളരെ കൂടുതൽ അകലത്തിലാണ് സ്ഥിതി എന്നൊന്ന് വിചാരിക്കുക. അപ്പോഴും നമുക്കറിയാം, തണുത്ത് മരവിച്ച് നാം ഇല്ലാണ്ടായിത്തീരും. അപ്പം ഇതിനെയെല്ലാം കൃത്യമായിട്ട് അതിന്റെ ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റിൽ നിലനിർത്തുന്നത് ഒരു സൂത്രധാരൻ അഥവാ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ചന്ദ്രനെയും സമുദ്രത്തെയും ഉദാഹരണമായിട്ട് എടുക്കാം. ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായിട്ട് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഒരു കൃത്യ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ചന്ദ്രന് ഒരു കൃത്യമായിട്ടുള്ള വലിപ്പവും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചന്ദ്രനാണ് സമുദ്രത്തില് പ്രധാനപ്പെട്ട തിരമാലകളെ സൃഷ്ടിക്കുകയും അതിന്റെ ചലനത്തെ നിയന്ത്രിക്കുകയും അതുമൂലം സമുദ്രത്തിലെ വെള്ളം നിശ്ചലമാകാതിരിക്കുകയും കൂടാതെ ഈ സമുദ്രത്തിലെ വെള്ളം അത് കരകവിഞ്ഞൊഴുകി മറ്റുള്ള ഭൂഖണ്ഡത്തെ നശിപ്പിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത്. ഈ ഭൂമിയിലെ 97% വെള്ളവും നമുക്ക് കാണാൻ സാധിക്കുന്നത് സമുദ്രത്തിലാണ്. ഈ ചന്ദ്രൻ അതിന്റെ ശരിയായ സ്ഥാനത്തിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനം ആ സ്ഥാനത്തിൽ സംഭവിച്ചാൽ നമുക്കറിയാം, ഈ സമുദ്രം അതിന്റെ അതിർത്തി കടന്ന് ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ മുക്കി താഴ്ത്തി കളയും. അപ്പം ഈ ഒരു ശാസ്ത്രം പറയുന്നത് അനുസരിച്ച് ഒരു സൃഷ്ടികർത്താവോ നിയന്ത്രിതാവോ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ കൃത്യമായ ഒരു ഇതിൽ പോകുന്നത്? തീർച്ചയായിട്ടും ഇതിന്റെ പുറകിലൊരു ബുദ്ധിമാനും ശക്തിമാനുമായിട്ടുള്ള സൂത്രധാരനുണ്ട്. നമുക്ക് ജലത്തിന്റെ ഉദാഹരണം ഒന്നെടുക്കാം. നാം മുമ്പ് പറഞ്ഞതുപോലെ ഭൂമിയിലെ 97% വരുന്ന ജലവും നമുക്ക് കാണാൻ സാധിക്കുന്നത് സമുദ്രത്തിലാണ്. സമുദ്രത്തിലെ ജലത്തിന് ഉപ്പുരസം ഉണ്ടെന്നും നമുക്കറിയാം. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ആ ജലത്തിന്റെ വിതരണം ഈ ഉപ്പുരസം ഇല്ലാതെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ബാഷ്പീകരണ പ്രക്രിയയിൽ സമുദ്രത്തിലെ ജലം ഉപയോഗിക്കുന്നു, എന്നാൽ ഉപ്പുരസം മാറ്റിയിട്ട് പിന്നീടത് കാർമേഘമായിട്ട് മാറുന്നു. അത് കാറ്റിന്റെ സഹായത്താൽ വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് നമ്മുടെ ഭൂമിയിൽ മഴയായിട്ട് പതിക്കുന്നു. കൃഷി സ്ഥലത്ത് വേണ്ടടുത്ത് നമുക്ക് ജലം ലഭിക്കുന്നു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം അതിന്റെ വേണ്ട രീതിയിൽ നമുക്ക് ജലം ലഭിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു തരത്തിലുള്ള ശുദ്ധീകരണ വിതരണ പ്രക്രിയയാണ്. ഈ പ്രക്രിയയിലൂടെയാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. അപ്പം ഇതെല്ലാം വെറും ആകസ്മികമായിട്ടാണ് സംഭവിക്കുന്നതെന്ന ശാസ്ത്രകാരന്മാരുടെ ആ ഒരു അഭിപ്രായത്തോട് നമുക്ക് ഒട്ടും യോജിക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഇതിന്റെ പുറകിൽ ഒരു സൂത്രധാരൻ ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന വസ്തുക്കളെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ദിവസവും നമ്മളെല്ലാവരും പൂന്തോട്ടം കാണുന്നവരാണ്. ആ പൂന്തോട്ടം കാണുമ്പോൾ അതിന്റെ പുറകിലൊരു തോട്ടക്കാരനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ദിവസവും നമ്മൾ സമയം നോക്കുന്ന ആ ചുവരിലെ ക്ലോക്ക്, അതിന് പിറകിലും ഒരു നിർമ്മാതാവ് തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ ഓരോ ചിത്രപ്പണിക്ക് പിറകിലും അതിന്റെ നല്ല ബുദ്ധിമാനും കലാകാരനുമായിട്ടുള്ള ഒരു ചിത്രപ്പണിക്കാരനും ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഓരോരോ കാര്യങ്ങളും വളരെ മനോഹരമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പുറകില് വളരെയധികം ബുദ്ധിമാനായിട്ടുള്ള ഒരു സംഘാടകന്റെ കൈകൾ ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ,
കമ്പ്യൂട്ടറിനേക്കാളും വളരെയധികം സങ്കീർണമായിട്ടുള്ള അവയവങ്ങൾ ഉള്ളതാണ് നമ്മുടെ ശരീരം. അങ്ങനെ സങ്കീർണങ്ങളായിട്ട് ഉള്ള അവയവങ്ങളോട് കൂടിയുള്ള ശരീരവും വെറും ആകസ്മികമായിട്ടാണോ ഉണ്ടായിരിക്കുന്നത്? അതുപോലെ ഒരു കുട്ടിയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ആ കുട്ടി വളർന്നു വലുതാകുന്നത് എപ്രകാരമാണ്? അവൻ കഴിക്കുന്ന ആഹാരം എപ്രകാരമാണ് ദഹിക്കുന്നത്? ഇതെല്ലാം നമുക്കറിയാം, ആകസ്മികമായിട്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇതിന്റെ പുറകിലും ഒരു സൂത്രധാരൻ തീർച്ചയായിട്ടും ഉണ്ട് എന്ന്. എപ്രകാരമാണ് ബഹിരാകാശത്ത് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കാതെ പൊങ്ങിക്കിടക്കുന്നത്? അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ ദിശകളിലും സൂര്യൻ എപ്രകാരമാണ് ഒരേ രീതിയിൽ പ്രകാശം നൽകുന്നത്? എപ്രകാരമാണ് ഈ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, അവ വളരുന്നത്? എല്ലാം വളരെ വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലായിടത്തും ദൈവം നമുക്ക് അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി തരുന്നു. നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ്. എന്നാൽ നമുക്ക് അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. നാം അന്ധരാണ്. ചില നിരീശ്വരവാദികൾ പറയുന്നു, ഇതെല്ലാം പ്രകൃതിയുടെ ഒരു നിയമം മൂലമാണ് സംഭവിക്കുന്നത് എന്ന്. എന്നാൽ ഒരുപക്ഷെ ശാസ്ത്രകാരന്മാർക്ക് ആ നിയമങ്ങൾ കണ്ടുപിടിച്ചേക്കാം. എന്നാൽ ഈ പ്രകൃതിയുടെ നിയമങ്ങളെല്ലാം ആരായിരിക്കും സൃഷ്ടിച്ചിട്ട് ഉണ്ടാവുക? അതൊക്കെ നടപ്പിലാക്കും. റോഡിലെ ട്രാഫിക് സിഗ്നൽ അത് സ്വയം ഉണ്ടായി വന്നതാണോ? ചുവപ്പ് നിറം കാണുമ്പോൾ നിർത്തണമെന്നും പച്ച നിറം കാണുമ്പോൾ പോകാമെന്നും ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അതിന്റെ പുറകിൽ തീർച്ചയായിട്ടും ആരെങ്കിലും വേണ്ടേ? പോലീസോ ഗവൺമെന്റോ ആരെങ്കിലും? അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി നിയമങ്ങൾ നടപ്പിലാക്കാനായിട്ട് ബുദ്ധിമാനും ശക്തിമാനുമായിട്ടുള്ള ഒരു നിയമനിർമ്മാതാവ് തീർച്ചയായിട്ടും വേണം. ദൈവത്തിന്റെ മഹത്വം അത് നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ അദ്ദേഹവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് ആകർഷിക്കുന്നു. ഇനി ദൈവം ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായിട്ട് നമുക്കൊരു കഥ നോക്കാം. കഥയല്ല, ഇത് സംഭവിച്ചതാണ്. നമ്മുടെ മഹാനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ തന്റെ സുഹൃത്തുമായിട്ടുള്ള സംവാദത്തിനിടയിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. നമ്മുടെ ഈ പ്രപഞ്ചത്തിന് പുറകിൽ ഒരു സൃഷ്ടികർത്താവ് ഉണ്ടോ എന്നതായിരുന്നു ചോദ്യം. അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവ് ഇല്ല, ഇത് എപ്പോഴോ തന്നെ ഉണ്ടായി വന്നതാണ് എന്ന്. എന്നാൽ ഐൻസ്റ്റീൻ പലതരം വാദങ്ങൾ ഉന്നയിക്കുകയും ഇതിന്റെ പുറകിൽ ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെന്ന് തന്റെ സുഹൃത്തിനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. എങ്കിലും ആ അദ്ദേഹത്തിന് അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അടുത്ത ദിവസം ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ സുഹൃത്തിനെ ഡിന്നർ കഴിക്കുവാനായിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അദ്ദേഹം ഈ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഗ്ലോബ് ഉണ്ടാക്കി വെച്ചു. വൈകിട്ടായപ്പോൾ തന്റെ സുഹൃത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് വന്നു. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാക്കിയ ആ ഗ്ലാസിന്റെ ആ ഒരു നിർമ്മിതി കണ്ടിട്ട്, അതായത് പ്രപഞ്ചത്തിന്റെ ആ രൂപം കണ്ടിട്ട് സുഹൃത്ത് ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചു, ഇതാരാണ് ഉണ്ടാക്കിയത്? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ആരും ഉണ്ടാക്കിയതില്ല, ഇത് തന്നെത്താൻ ഉണ്ടായി വന്നതാണ് എന്ന്. എന്നാൽ സുഹൃത്ത് അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. വെറുതെ തമാശ കളഞ്ഞിട്ട് ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തരാനായിട്ട് തന്റെ സുഹൃത്തായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീനോട് അയാൾ പറഞ്ഞു. ആ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഈ ഒരു കളിപ്പാട്ടം പോലെ തോന്നിക്കുന്ന ആ എർത്തിന്റെ ഗ്ലാസ് നിർമ്മിതമായിട്ടുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ആ ഗ്ലോബ്, അതിന്റെ പുറകിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മനോഹരമായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ പുറകിലും ഒരു സൃഷ്ടാവ് തീർച്ചയായിട്ടും ഉണ്ട് എന്ന്. ഈ ഒരു കഥയിലൂടെ നമുക്കും മനസ്സിലാക്കാം, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ, സങ്കീർണമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പുറകിൽ അതിബുദ്ധിമാനും ശക്തിമാനുമായിട്ടുള്ള ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുകയും നിലനിർത്തുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നത്.
ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ ആ സൃഷ്ടാവ് ആരാണെന്ന് നമുക്ക് നോക്കാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.